KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ പ്രേക്ഷകർക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. നിയമവ്യവസ്ഥകൾക്ക് മനുഷ്യരെ മാറ്റാനാകില്ല, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ. ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയിലെ സൂഫി മഖ്ബറ സലഫികൾ തകർത്തു. മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഷുക്കൂർ വധക്കേസിൽ P ജയരാജന് ജാമ്യം. കൽക്കരിപ്പാടം CAGയുടെ നിരീക്ഷണങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. അടുത്ത മാസം 6 മുതൽ സർക്കാർ ഡോക്ടർമാർ നിസ്സഹകരണ സമരത്തിലേക്ക്. റെയിൽവേ ട്രാക്കിലെ ബോംബ് സെന്തിലിന്റെ സഹായി മാട്ടം സന്തോഷ് പിടിയിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്ക് മനുഷ്യഹൃദയങ്ങളെ മാറ്റാനാകില്ലെന്ന് ആനുകാലിക സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നുവെന്ന് കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. അറിവിലൂടെ മാത്രമേ മനുഷ്യന് തെറ്റായ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും മാറ്റാൻ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. താത്തൂർ ഹിമായത്തുദ്ദീൻ മദ്രസയിൽ SS പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അജ്ഞതയിലും അരാജകത്വത്തിലും കഴിഞ്ഞ സമൂഹത്തെ അറിവിലൂടെ മാറ്റിയെടുത്ത ചരിത്രമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ജയിലിൽ നിന്നും പുറത്തുവരുന്നവർ വൻ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചയാണിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനേക്കാൾ കഴിവും അറിവുമുള്ള ജീവജാലങ്ങൾ ലോകത്തുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയിലെ പ്രസിദ്ധമായ സൂഫി മഖ്ബറ സലഫി തീവ്രവാദികൾ ഭാഗികമായി തകർത്തു. രാജ്യത്ത് സുന്നികൾക്കെതിരെ ആഴ്ചകളായി നടക്കുന്ന ആക്രമണ പരമ്പരയുടെ തുടർച്ചയായാണ് മഖ്ബറ ആക്രമിക്കപ്പെട്ടത്. ലിബിയയിലെ പ്രസിദ്ധ സൂഫി വര്യനായ അൽഷാബ് അൽ റഹ്മാനിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിന് നേരെയാണ് ഇന്നലെ ആക്രമണം നടന്നത്. ബുൾഡോസറുകളുമായാണ് ആക്രമി സംഘം എത്തിയതെന്നും മഖ്ബറ തകർക്കാനുള്ള ഇവരുടെ ശ്രമത്തെ പോലീസ് തടഞ്ഞില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. സ്കിത്താൻ നഗരത്തിലെ സൂഫി ദർഗയ്ക്ക് നേരെയും കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു. ട്രിപ്പോളിയുടെ 160 കിലോമീറ്റർ തെക്കുകിഴക്ക് ഭാഗത്ത് സ്കിത്താൻ നഗരത്തിലുള്ള 15-ാം നൂറ്റാണ്ടിലെ സൂഫി പണ്ഡിതനായ അബ്ദുസലാം അൽ അസ്മാറിന്റെ മഖ്ബറയാണ് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടത്. വെള്ളിയാഴ്ച സലഫികൾ നടത്തിയ ആക്രമണത്തിൽ മഖ്ബറ പൂർണ്ണമായും തകർന്നിരുന്നു. ചുമരുകൾ വെടിയുണ്ടകളേറ്റ് തുളഞ്ഞതായും ഇസ്ലാമിക വചനങ്ങൾ കൊത്തിവെച്ച ഫലകങ്ങൾ നശിപ്പിക്കപ്പെട്ടതായും വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മഖ്ബറകൾക്കും പള്ളികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ക്രിമിനൽ കുറ്റമാണെന്ന് ലിബിയൻ ഉപപ്രധാനമന്ത്രി മുസ്തഫ അബൂഷാഗുർ ട്വിറ്ററിലൂടെ പ്രതികരിച്ചു. കുറ്റകൃത്യം നടത്തിയവർക്ക് ആയിരിക്കും അതിന്റെ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം പറഞ്ഞു. ബുൾഡോസറുകളുമായാണ് സലഫി തീവ്രവാദികളുടെ സംഘം ട്രിപ്പോളിയിലെ മഖ്ബറ തകർക്കാൻ എത്തിയതെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തു. ഇവരുടെ കൂട്ടത്തിൽ സൈന്യത്തിന്റെ പോലീസ് വിഭാഗത്തിലെ ഏതാനും അംഗങ്ങളുമുണ്ടായിരുന്നു. ആക്രമണം തടയുന്നതിന് പകരം തകർക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന രീതിയിലായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ. സൗദിയിലെ മുഫ്തിയുടെ പേരിലുള്ള ലഘുലേഖ ആക്രമികൾ ഇവിടെ വിതരണം ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു. പ്രദേശത്ത് 2 ദിവസമായി തുടർന്ന പ്രാദേശിക ഗോത്രവിഭാഗങ്ങളുടെ ഏറ്റുമുട്ടൽ മറയാക്കിയാണ് സലഫികൾ മഖ്ബറ തകർത്തത്. ഏറ്റുമുട്ടലുകളിൽ 3 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഏറ്റുമുട്ടൽ ശാന്തമാക്കാനുള്ള ശ്രമത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുഴുകിയ അവസരം മുതലാക്കിയാണ് മഖ്ബറ തകർത്തതെന്ന് സ്കിത്താൻ മിലിറ്ററി കൌൺസിൽ ഉദ്യോഗസ്ഥൻ ഉമർ അലി പറഞ്ഞു. ഷുക്കൂർ വധക്കേസിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, ജാമ്യ കാലയളവിൽ സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചത്. നാളെ മുതൽ കോടതിക്ക് അവധിയായതിനാൽ ജാമ്യ ഉത്തരവ് ഫാക്സായി കണ്ണൂർ കോടതിയിൽ എത്തിക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു.
കേസന്വേഷണം പൂർത്തിയായതിനാൽ ജയരാജൻ കസ്റ്റഡിയിൽ തുടരേണ്ടതില്ലെന്നും സമാന കുറ്റാരോപണങ്ങളെ തുടർന്ന് റിമാൻഡിൽ കഴിയുകയായിരുന്ന TV രാജേഷിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ ബോധിപ്പിച്ചു. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ജാമ്യാപേക്ഷയെ കാര്യമായി എതിർക്കുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ കോടതിയെ അറിയിച്ചു. അതേസമയം ജയരാജൻ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നത് തടയണമെന്ന് DGP ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം ജസ്റ്റിസ് ബാബു മാത്യു P. ജോസഫ് അനുവദിച്ചില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നത് കണക്കിലെടുത്ത് പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. ജയരാജന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ ആക്രമണങ്ങളെ മുൻനിർത്തി ജാമ്യാപേക്ഷയെ എതിർത്ത പ്രോസിക്യൂഷന്റെ മുൻ നിലപാട് ശരിയായില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. അതേസമയം രണ്ടാംഘട്ട റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കണ്ണൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ P. ജയരാജനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഷുക്കൂർ വധക്കേസിൽ ഓഗസ്റ്റ് 1-നാണ് ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അടുത്ത മാസം 6-ാം തീയതി മുതൽ സർക്കാർ ഡോക്ടർമാർ നിസ്സഹകരണ സമരത്തിലേക്ക്. സമരം ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയുമായി KGMOA നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. സത്നാം സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരെ സ്ഥലം മാറ്റിയ നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സമരം തുടങ്ങിയാൽ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. സത്നാം സിംഗിന് ചികിത്സാ പിഴവുകൾ വരുത്തിയെന്നാരോപിച്ച തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ 6 ഡോക്ടർമാരെ സ്ഥലം മാറ്റിയ നടപടി പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ KGMOA ഉറച്ചുനിന്നു. ഡോക്ടർമാരുടെ തന്നെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷാ നടപടിയെന്നും വകുപ്പ് തല അന്വേഷണം പൂർത്തിയാകാതെ സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ചർച്ചയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി ഡോക്ടർമാർ നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്ക് സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നു. 6-ാം തീയതി മുതൽ അനിശ്ചിതകാല നിസ്സഹകരണ സമരം തുടങ്ങിയിട്ട് പടിപടിയായിട്ട് മറ്റ് ടോക്കൺ സ്ട്രൈക്ക്, അതുപോലെ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിലേക്ക് പോവുകയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള സമരത്തിലേക്ക് ഡോക്ടർമാർ നീങ്ങിയാൽ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. രോഗികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. ഒക്ടോബർ 1-ാം തീയതിക്കകം ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നും KGMOA പറഞ്ഞു. കൽക്കരി കുംഭകോണത്തിൽ തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പാർലമെന്റിൽ പറഞ്ഞു. ഇടപാടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, എന്നാൽ വസ്തുതകളുടെ പിൻബലത്തിലല്ല ആരോപണമെന്നും CAGയുടെ കണ്ടെത്തലുകൾ കൃത്യമല്ലെന്നുമുള്ള പ്രസ്താവന ലോക്സഭയിൽ മുഴുമിപ്പിക്കാൻ പ്രധാനമന്ത്രിക്കായില്ല. പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയതോടെ സ്പീക്കറുടെ അനുമതിയെ തുടർന്ന് പ്രസ്താവന സഭയുടെ മേശപ്പുറത്ത് വെച്ചു. രാജ്യം എല്ലാം അറിയേണ്ടതാണ്, അതിന് പാർലമെന്റിൽ ചർച്ച അനിവാര്യമാണ്. ആരോപണത്തിന് പിന്നിൽ BJPയുടെ താൽപര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 32 കാര്യങ്ങളാണ് പ്രസ്താവനയിൽ വിശദീകരിച്ചത്. സഭാ നടപടികൾ തടസ്സപ്പെട്ടതിനെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണം. ഈ വിഷയത്തിൽ മന്ത്രിസഭയെടുത്ത എല്ലാ തീരുമാനങ്ങളെയും പിന്താങ്ങുന്നതായും മൻമോഹൻ സിംഗ് പറഞ്ഞു. വെള്ളൂരിൽ റെയിൽവേ ട്രാക്കിൽ ബോംബ് വച്ച സംഭവത്തിൽ സെന്തിലിന്റെ സഹായി മാട്ടം സന്തോഷ് പിടിയിലായി. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. തോട്ടയുണ്ടാക്കാൻ എന്ന പേരിൽ ഇടുക്കിയിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ വാങ്ങിയതെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകി. വെളിയനാടന്റെ വീടിന്റെ സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്ന് രാവിലെ 7 മണിയോടെയാണ് സന്തോഷിനെ പിടികൂടുന്നത്. ഇയാളുടെ വീടിന്റെ സമീപ പ്രദേശങ്ങളിൽ പോലീസ് 2 ദിവസമായി തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇന്ന് പുലർച്ചെ വെള്ളം ആവശ്യപ്പെട്ട് ഒരു വീട്ടിലെത്തിയ സന്തോഷിനെ തിരിച്ചറിഞ്ഞ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മുടുന്തുരുത്തി SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഉച്ചയ്ക്ക് ശേഷം സന്തോഷിനെ പോലീസ് വെളിയനാട്ടെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. സന്തോഷിന്റെ വീടിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് 5 ഡിറ്റനറേറ്ററും ഫ്യൂസ് വയറും കണ്ടെത്തി. അതേസമയം ഇന്നലെ പിടിയിലായ സെന്തിലിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഔദ്യോഗിക വിഭാഗം മുജാഹിദ് നേതാവും പ്രഭാഷകനുമായ സക്കരിയ സുലാഹിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ജിന്ന് വിഷയത്തിൽ വിലക്ക് മറികടന്ന് മുജാഹിദ് വിഭാഗത്തിന്റെ പ്രഖ്യാപിത ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് പുറത്താക്കൽ നടപടി. ജിന്നുകൾക്ക് മനുഷ്യനുമായി ബന്ധമുണ്ടെന്നും മനുഷ്യരെ രക്ഷിക്കാനും ശിക്ഷിക്കാനും രോഗം പരത്താനും അവർക്ക് കഴിയുമെന്നുമാണ് KNMലെ ജിന്ന് അനുകൂല വിഭാഗം വാദിക്കുന്നത്. മാനസികാസ്വാസ്ഥ്യങ്ങൾ ജിന്നും പിശാചും മനുഷ്യരിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്നും ഭൗതിക ചികിത്സ കൊണ്ട് ഇത് സുഖപ്പെടുത്താൻ കഴിയാത്തതിനാൽ ഖുർആൻ തെറാപ്പിയാണ് പരിഹാര മാർഗമെന്നും ഇവർ വിശ്വസിക്കുന്നു. ജിന്നുബാധ അടിച്ചിറക്കാൻ പ്രത്യേക ചികിത്സയും ഇവർ മുന്നോട്ടുവെക്കുന്നുണ്ട്.
ഈ വാദത്തിനെതിരെ ഔദ്യോഗിക വിഭാഗം രംഗത്ത് വന്നതോടെ ഇവർക്കിടയിൽ ശക്തമായ ഭിന്നത ഉടലെടുത്തിരിക്കുകയാണ്. ജിന്ന് അനുകൂലവാദക്കാരായ സക്കരിയ സലാഹി, മുജാഹിദ് ബാലുശ്ശേരി, തുറക്കൽ ജബ്ബാർ മൗലവി, അബ്ദുറഹ്മാൻ ഇരിവേറ്റി എന്നിവരെ നേരത്തെ KNM സസ്പെൻഡ് ചെയ്തിരുന്നു. മാപ്പപേക്ഷ നൽകിയതിനാൽ സക്കരിയ സലാഹി ഒഴികെയുള്ളവരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. സലാഹിക്ക് തന്റെ വാദങ്ങൾ തിരുത്താൻ 3 മാസം സമയം നൽകിയെങ്കിലും ആശയങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. 3 മാസം കൂടി നീട്ടി നൽകിയെങ്കിലും വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സലാഹി. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹത്തെ പുറത്താക്കാൻ KNM സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തത്. തുടക്കത്തിൽ ജിന്ന് വിരുദ്ധ ആശയക്കാരനായിരുന്ന സലാഹി പിന്നീട് ജിന്നുകളിൽ നിന്ന് സഹായം ലഭിക്കാമെന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു. ഇത് മുജാഹിദ് ആദർശത്തിന് എതിരാണെന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത്. തുടർന്ന് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന നേതൃത്വം വിലക്കിയെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാകാതെ സലാഹിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം പൊതുപരിപാടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. അതേസമയം മാപ്പ് അപേക്ഷ നൽകിയതിനെ തുടർന്ന് തിരിച്ചെടുത്ത മുജാഹിദ് ബാലുശ്ശേരി ഇപ്പോഴും ജിന്ന് അനുകൂല വാദവുമായി രംഗത്ത് സജീവമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഔദ്യോഗിക വിഭാഗം അറിയാതെ മഞ്ചേരിയിൽ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചിരുന്നു. ഒടുവിൽ KNM മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കരുവപ്പള്ളി മുഹമ്മദ് മൗലവിയും സെക്രട്ടറി നാണി ഹാജിയും ഇടപെടുകയും ഇവർ എത്തിയതിനു ശേഷമേ പരിപാടി ആരംഭിക്കാവൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗത്തിന് മുമ്പായി സെക്രട്ടറി നാണി ഹാജി പ്രസംഗിക്കുകയും ജിന്ന് അനുകൂലവാദത്തിനെതിരെ പരോക്ഷമായ സൂചന നൽകുകയുമുണ്ടായി. ഇതോടെ ബാലുശ്ശേരിയുടെ പ്രസംഗം ഫലം കണ്ടില്ല. സലാഹിയെ പുറത്താക്കിയതോടെ മുജാഹിദ് വിഭാഗത്തിൽ വീണ്ടും പിളർപ്പിനുള്ള സാധ്യത ഏറുകയാണ്. യുവജന വിഭാഗമായ KSM, ISM, വിദ്യാർത്ഥി സംഘടനയായ MSM പ്രവർത്തകരിലേറെയും ഇദ്ദേഹത്തിന്റെ വാദങ്ങളെ അംഗീകരിക്കുന്നവരായതിനാൽ പുറത്താക്കൽ നടപടിയെ അംഗീകരിക്കാൻ ഇവർ തയ്യാറാകില്ലെന്നാണ് സൂചന. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആദർശത്തിനാദം ശ്രവണപുടങ്ങളിൽ ആവേശം, അറിവിന്നലകൾ പകരും ജാലകം കാണാൻ വാവേഗം. KMIC നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. KMIC നാദമിതാ, ആദർശത്തിൻ നൂതന ശബ്ദമിതാ. പോരുക പോരുക സോദരരെ, ഈ ജാലകമിൽ ചേരൂ, നേരിനാദം കേട്ടിടുവാൻ ഈ ജ്വാല ഇതിൽ ചേരൂ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. വാ നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. ഭീകരവാദ ശൃംഖലയിലെ കണ്ണികളെന്ന് കരുതുന്ന സംഘം റിയാദിൽ സുരക്ഷാ വിഭാഗത്തിന്റെ പിടിയിലായി. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് സംഘം പ്രത്യേക ഇന്റലിജൻസ് വിഭാഗത്തിന്റെ വലയിലായത്. ഭീകരപ്രവർത്തനം ലക്ഷ്യം വെച്ച് നിരവധി പേരെ സംഘം വലയിലാക്കിയതായും ആയുധ പരിശീലനം നൽകുകയും ചെയ്തതായി കരുതുന്നു. റിയാദിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ സുരക്ഷാ ആസ്ഥാനങ്ങളും സ്വദേശികളും വിദേശികളും താമസിക്കുന്ന റെസിഡൻഷ്യൽ മേഖലകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും സംഘം ഉന്നമിട്ടിരുന്നതായി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി. ഭീകരപ്രവർത്തന ലക്ഷ്യം നേരിടുന്നതിനുള്ള ആസൂത്രണത്തിൽ സംഘം വളരെ മുന്നോട്ടു പോയതായും അതിന്റെ ഭാഗമായി റിയാദിന് പുറത്ത് സ്ഫോടന പരിശീലനം നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. സ്ഫോടനത്തിൽ സംഘത്തിലെ ചില അംഗങ്ങൾക്ക് പൊള്ളലേൽക്കുകയും ചിലരുടെ വിരൽ അറ്റുപോവുകയും ചെയ്തതായി സുരക്ഷാ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്തിന് പുറത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുമായി സംഘത്തിന് ബന്ധമുള്ളതായും വ്യക്തമായിട്ടുണ്ട്. ഇവർക്ക് നേതൃത്വം നൽകുന്നുവെന്ന് കരുതപ്പെടുന്ന സ്വദേശി പൗരൻ പിടിയിലായതോടെയാണ് സംഘത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ സുരക്ഷാ വിഭാഗത്തിന് ലഭിച്ചത്. പിടിയിലായ 6 പേർ യമനികളാണ്. ഇവർ കുറ്റം സമ്മതിച്ചതായി സുരക്ഷാ വിഭാഗം വെളിപ്പെടുത്തി. സംഘം ഉപയോഗിച്ചിരുന്ന 3 കേന്ദ്രങ്ങളും സുരക്ഷാ വിഭാഗം കണ്ടെത്തി. റമദാൻ അവസാന വാരത്തിൽ മക്കയിൽ ചേർന്ന OIC ഉച്ചകോടി മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നീങ്ങാനും ആഹ്വാനം ചെയ്യുന്നതായിരുന്നുവെന്ന്
ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഹുദൈബിയ പാലസിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്ലാമിക ലോകത്തെ വിവിധ ധാരകൾക്കിടയിൽ സഹകരണത്തിന്റെയും സമവായത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് സൌദി ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ നിർദ്ദേശപ്രകാരമുള്ള സംവാദ കേന്ദ്രം സ്ഥാപിക്കുന്നതുവഴി സാധ്യമാകും. അറബ് ഇസ്ലാമിക വിഷയങ്ങളിൽ ഐക്യവും വിട്ടുവീഴ്ചയും വളരെ സുപ്രധാനമാണ്. വെല്ലുവിളികളെ നേരിടുന്നതിനും പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനും യോജിച്ച മുന്നേറ്റത്തിനാണ് മക്ക ഉച്ചകോടി ആഹ്വാനം ചെയ്തതെന്ന് ബഹ്റൈൻ പ്രധാനമന്ത്രി പറഞ്ഞു. സംഘടനാ വാർത്തകൾ. ആത്മീയവിദ്യയുടെ ആദ്യാക്ഷരങ്ങൾ തേടിയെത്തിയ വിദ്യാർത്ഥികൾക്ക് ആവേശവും കൌതുകവും പകർന്ന പ്രവേശനോത്സവം നവ്യാനുഭവമായി. വിദ്യയുടെ വിളക്കത്തിരിക്കാമെന്ന ശീർഷകത്തിൽ SSF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വിദ്യാഭ്യാസ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. സംസ്ഥാനതല ഉദ്ഘാടനം താത്തൂർ ഹിമായത്തുദ്ദീൻ ഹയർ സെക്കൻഡറി മദ്രസയിൽ നടന്നു. പ്രൌഢമായ ചടങ്ങിന് സാക്ഷികളാകാൻ നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും എത്തിയിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. SSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. SSF ദേശീയ സമിതി ചെയർമാൻ സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി കുരുന്നുകൾക്ക് ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകി. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ അസീസ് ഫൈസി, ജില്ലാ പഞ്ചായത്ത് അംഗം PC അബ്ദുൽ കരീം, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഓളിക്കൽ ഗഫൂർ, SJM ജില്ലാ സെക്രട്ടറി നാസർ സഖാഫി അമ്പലക്കണ്ടി, PK ഹുസൈൻ സഖാഫി, M അഷ്റഫ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി K അബ്ദുൽ കലാം മാവൂർ സ്വാഗതം പറഞ്ഞു. താത്തൂർ ഹിമായത്തുദ്ദീൻ മദ്രസയിൽ ഹയർ സെക്കൻഡറി ക്ലാസുകളുടെ ഉദ്ഘാടനവും കഴിഞ്ഞ പൊതുപരീക്ഷയിൽ 7ാം റാങ്ക് നേടിയ വിദ്യാർത്ഥിയെ അനുമോദിക്കലും നടത്തി. SSF ദേശീയ സമിതി ചെയർമാൻ സയ്യിദ് മുഹമ്മദ് തുറാബ് അസഖാഫി +1 ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ ബോർഡ് പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ നിന്നും 7ാം റാങ്ക് നേടിയ ഹമീദ് സൽമാൻ TA ചടങ്ങിൽ അനുമോദിച്ചു. ഡോക്ടർ M അബ്ദുൽ അസീസ് ഫൈസി അവാർഡ് ദാനം നടത്തി. SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി K അബ്ദുൽ കലാം മാവൂർ അനുമോദന പ്രസംഗം നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് PK ഹുസൈൻ സഖാഫി, നാസർ ചെറുവാടി, സദർ മുഅല്ലിം അഷ്റഫ് മുസ്ലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൂരിയാട് തേനു മുസ്ലിയാർ പാപ്പയുടെ 44ാം ആണ്ട് നേർച്ചയുടെ സ്വാഗത സംഘം രൂപവൽക്കരണ കൺവെൻഷൻ ഇന്ന് മഗ്‌രിബ് നിസ്കാരാനന്തരം കൂരിയാട് കല്ലറമ്പ് പള്ളിയിൽ നടക്കും. കുടുംബാംഗങ്ങൾ, പൊന്മള പഞ്ചായത്ത്, കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ സുന്നി പ്രവർത്തകർ പങ്കെടുക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. SSF പൂവാട്ടുപറമ്പ് സെക്ടർ സാഹിത്യോത്സവ് ഇന്നും നാളെയുമായി പെരുവയൽ കല്ലേരി ICCയിൽ നടക്കും. 8 യൂണിറ്റുകളിൽ നിന്നും 200ഓളം വിദ്യാർത്ഥികൾ സംബന്ധിക്കും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് M അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ സഖാഫി അധ്യക്ഷത വഹിച്ചു. നാളെ വൈകുന്നേരം 5 മണിക്ക് സമാപന സംഗമം ബാപ്പു വെള്ളിപ്പറമ്പ് ഉദ്ഘാടനം ചെയ്യും. KP ബീരാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. അലവി സഖാഫി കായലം മുഖ്യ പ്രഭാഷണം നടത്തും. SSF സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ സ്കോളർഷിപ്പോടെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ദ്വിദിന ക്യാമ്പ് നാളെ മുതൽ ചാലിയം ക്രസന്റ് സ്കൂളിൽ നടക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം K നവാസ് ജാൻ ഉദ്ഘാടനം ചെയ്യും. AP കരീം ഹാജി ചാലിയം, ഡോക്ടർ ഹനീഫ, റഹ്മത്തുള്ള സഖാഫി എളമരം പങ്കെടുക്കും. ക്യാമ്പ് ബുധനാഴ്ച സമാപിക്കും. കോഴിക്കോട് ടൗൺ ഏരിയ സുന്നി കോഓർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന സ്വാന്തനം സഹായ പദ്ധതിക്ക് തുടക്കമായി. സുന്നി മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖ് തങ്ങൾ പ്രാർത്ഥന നടത്തി. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ നിരാലംബരും നിരാശ്രയരുമായ നിത്യരോഗികളും വിധവകളെയും സഹായിക്കുകയെന്ന ആശയം പ്രവാചകാധ്യാപനത്തിന്റെ ഭാഗമാണെന്ന് കാന്തപുരം ഉദ്ബോധിപ്പിച്ചു. സുന്നി കോഓർഡിനേഷൻ ചെയർമാൻ സയ്യിദ് സ്വാലി ശിഹാബ് അൽ ജിഫിരി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന സെക്രട്ടറി N അലി അബ്ദുള്ള പദ്ധതി വിശദീകരണം നടത്തി. 20ഓളം യൂണിറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് മാസം തോറും നൽകാനുദ്ദേശിക്കുന്ന സാമ്പത്തിക ഭക്ഷ്യസഹായ വിതരണം സയ്യിദ് അലി ബാഫഖ് തങ്ങൾ നിർവഹിച്ചു. കോർപ്പറേഷൻ സാമൂഹിക ക്ഷേമ വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ, EV ഉസ്മാൻ കോയ ഹാജി, PT അബ്ദുൽ കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു. MP സക്കീർ ഹുസൈൻ സ്വാഗതവും TV സക്കീർ നന്ദിയും പറഞ്ഞു.
കുറ്റ്യാടി സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സിൽ നാളെ ഹജ്ജ് പഠന ക്ലാസ് നടക്കും. SYS സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ക്ലാസ് എടുക്കും. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 വരെ നടക്കുന്ന ക്ലാസിൽ പ്രമുഖർ സംബന്ധിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയും അല്ലാതെയും ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവർ ക്ലാസിൽ പങ്കെടുക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. SSF 40ാം വാർഷികത്തിന്റെ ഭാഗമായി തിരൂരങ്ങാടി ഡിവിഷൻ SSF സംഘടിപ്പിക്കുന്ന സമരമാണ് ജീവിതം പഠനം നാളെ വൈകുന്നേരം 7-ന് കക്കാട് സുന്നി മദ്രസയിൽ നടക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം AA റഹീം നേതൃത്വം നൽകും. സെക്ടർ ഭാരവാഹികൾ, ഡിവിഷൻ എക്സിക്യൂട്ടീവ് എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വിദ്യയുടെ വിളക്കത്തിരിക്കാമെന്ന ശീർഷകത്തിൽ SSF മദ്രസ പ്രവേശനോത്സവം ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂർ വെളുത്തപ്പൊയ്യ നൂറുൽ ഇസ്ലാം മദ്രസയിൽ നടന്നു. മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പണ്ഡിതന്മാരും സാദാത്തുക്കളും വിദ്യാർത്ഥികളും പരിപാടിയിൽ സംബന്ധിച്ചു. സ്വർണവില മാറ്റമില്ലാതെ റെക്കോർഡ് നിരക്കിൽ തുടരുന്നു. പവന് 23,080 രൂപയും ഗ്രാമിന് 2,885 രൂപയുമാണ് ഇന്നത്തെയും വില. ശനിയാഴ്ചയാണ് പവൻ വില ചരിത്രത്തിലാദ്യമായി 23,000 രൂപയ്ക്ക് മുകളിലെത്തിയത്. തുടർച്ചയായ 4ാം ദിവസത്തെ വർധനയായിരുന്നു ഇത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 600 രൂപയുടെ വർധനവാണ് പവൻ വിലയിലുണ്ടായത്. ജൂൺ 2-നാണ് പവൻ വില ചരിത്രത്തിലാദ്യമായി 22,000 രൂപ ഭേദിച്ചത്. കേവലം 2.5 മാസത്തിനിടെ 1000 രൂപ കൂടി 23,000 കടന്നു. KMIC വാർത്തകൾ. KMICയുടെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടി തുന്നിച്ചേർത്തുകൊണ്ട് KMIC റിയാദ് സോൺ നിലവിൽ വന്നു. ഇന്നലെ രാത്രി TH മുഹമ്മദ് ഇക്ബാൽ പാലക്കാടിന്റെ വസതിയിൽ ചേർന്ന കൺവെൻഷനിൽ സയ്യിദ് ജാഫർ തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. ഹനീഫ സാദി അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹ്മാൻ സഖാഫി കൺവെൻഷൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മുഖ്യാതിഥിയായിരുന്ന റാഫി അമാനി വിഷയാവതരണം നടത്തി. അൽഖറജിൽ നിന്നടക്കം നിരവധി KMIC പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തി. അബ്ദുറഹ്മാൻ സഖാഫി ചെയർമാനും ഹനീഫ് സാദി സലാം കുറ്റിപ്പാല വൈസ് ചെയർമാനും ജലീൽ മടവൂർ കൺവീനറും അഷ്റഫ് അരീക്കാടൻ ഷാജിൽ മടവൂർ ജോയിന്റ് കൺവീനറും TH മുഹമ്മദ് ഇക്ബാൽ പാലക്കാട് ട്രഷററായും KMIC റിയാദ് സോൺ കമ്മിറ്റിക്ക് രൂപം നൽകി. അഷ്റഫ് അണ്ടോണ, മുജീബുർ റഹ്മാൻ അൽ ഖറജ്, PhD മലോറം തുടങ്ങിയവർ ആശംസകൾ നേർന്നു. റിയാദിലെ മുഴുവൻ ഓൺലൈൻ പ്രവർത്തകരും KMIC ഓൺലൈൻ ദഅവ പ്രവർത്തന കൂട്ടായ്മയിൽ പങ്കുചേരണമെന്ന് KMIC റിയാദ് സോൺ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതോടെ സൗദിയിൽ ജിദ്ദ, ഹൈൽ, റിയാദ് എന്നീ 3 KMIC സോൺ കമ്മിറ്റികൾ നിലവിൽ വന്നു. ദമ്മാം, അൽഹസ എന്നിവിടങ്ങളിൽ കൂടി കമ്മിറ്റികൾ രൂപീകരിച്ച് ദഅവ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് KMIC ഭാരവാഹികൾ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമവ്യവസ്ഥകൾക്ക് മനുഷ്യരെ മാറ്റാനാകില്ല. കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ. ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയിലെ സൂഫി മഖ്ബറ സലഫികൾ തകർത്തു. മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഷുക്കൂർ വധക്കേസിൽ P. ജയരാജന് ജാമ്യം. കൽക്കരിപ്പാടം CAGയുടെ നിരീക്ഷണങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. അടുത്ത മാസം 6 മുതൽ സർക്കാർ ഡോക്ടർമാർ നിസ്സഹകരണ സമരത്തിലേക്ക്. റെയിൽവേ ട്രാക്കിലെ ബോംബ് സെന്തിലിന്റെ സഹായി മാട്ടം സന്തോഷ് പിടിയിൽ. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC_newstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.